എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ടെനി. ചർമ്മ സംരക്ഷണത്തെ പറ്റിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. നമ്മുടെ ചർമ്മം വേണ്ട വിധത്തിൽ സംരക്ഷിക്കാത്തത് മൂലം നമ്മുടെ ചർമ്മത്തിൽ പല വിധത്തിലുള്ള കുരുക്കൾ, പാടുകൾ, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ എങ്ങനെ നമുക്ക് മറികടക്കാം എന്നുള്ളതാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചർമ്മ സംരക്ഷണം എന്ന് പറഞ്ഞാൽ അതിൽ ജീവിതശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങളും പിന്നെ പുറമേ ചെയ്യേണ്ട കുറച്ച് ഫേസ് പാക്കുകൾ പോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോൾ വീഡിയോയിൽ കൂടുതലായിട്ടും പറയുന്നത് ഫേസ് പാക്കുകളാണ്. അതുപോലെ തന്നെ ചുരുക്കത്തിൽ കുറച്ച് ജീവിതശൈലിയിൽ വരുത്തേണ്ട കുറച്ച് മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങുക. പിന്നെ വെള്ളമൊക്കെ ധാരാളം കുടിക്കുക. സ്ട്രെസ്സോ ആങ്സൈറ്റിയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളത് മാറ്റിയെടുക്കുക. കാരണം മാനസികാരോഗ്യവും നമ്മുടെ സ്കിന്നും തമ്മിൽ വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ സൺസ്ക്രീൻ തേച്ച് പുറത്തിറങ്ങുക. അമിതമായിട്ട് സൂര്യപ്രകാശം ഏറ്റാൽ സൺ ടാനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൺസ്ക്രീൻ തേച്ച് പുറത്തിറങ്ങുക. പിന്നെ നമ്മൾ മേക്കപ്പ് ഇടുന്നവരാണെങ്കിൽ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് നന്നായിട്ട് മേക്കപ്പ് എല്ലാം റിമൂവ് ചെയ്തിട്ട് കിടക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കാൻ ശ്രമിക്കുക. അതായത് വിറ്റമിൻ കെ, വിറ്റമിൻ സി, വിറ്റമിൻ എ ഒക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക. വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കുക. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഫേസ് പാക്കുകളിലേക്ക് കിടക്കാം. ആദ്യത്തേതാണ് മഞ്ഞൾപ്പൊടിയും ടൊമാറ്റോ ജ്യൂസും കൂടെ മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് പോലെ അപ്ലൈ ചെയ്ത് നമുക്ക് മുഖത്തൊരു 20 മിനിറ്റ് ഇട്ടതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടൊമാറ്റോ ഒന്നും സാധാരണയായിട്ട് അലർജി ഉണ്ടാക്കുന്നതല്ല. പക്ഷേ ഈ രാസവളമൊക്കെ ചേർന്നുണ്ടാക്കുന്ന നമ്മൾ വാങ്ങുന്ന ടൊമാറ്റോ ആണെങ്കിൽ ചിലപ്പോൾ അലർജി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് കഴുകി വേണം ഉപയോഗിക്കാൻ. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത് മൂലം വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ റിമൂവ് ആവും. നമ്മുടെ സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ കൂട്ടാൻ ഇത് സഹായിക്കും. നല്ലൊരു എക്സ്ഫോളിയേറ്റീവ് ഏജൻ്റാണ്. അടുത്തതാണ് കുങ്കുമാതി തൈലം. അത് നമ്മുടെ ഡ്രൈ സ്കിന്നോ അല്ലെങ്കിൽ നോർമൽ സ്കിന്നോ ഒക്കെ ആണെങ്കിൽ പ്രയോഗിക്കാൻ പറ്റിയൊരു ഹോം റെമഡിയാണ്. കുങ്കുമാതി തൈലം ഒരു 3-4 തുള്ളി മുഖത്ത് പുരട്ടിയിട്ട് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് രാത്രിയിൽ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാം. പകലാണ് ഇടുന്നതെങ്കിൽ 2-3 മണിക്കൂർ ഇട്ടതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാം. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ കൂട്ടാനും ഡാർക്ക് സർക്കിൾസ് ഒക്കെ റിമൂവ് ആവാനും ഒക്കെ ഇത് വളരെയധികം നല്ലതാണ്. സ്കിൻ ടാൻ ഒക്കെ മാറാൻ ഇത് സഹായിക്കും. അടുത്തതായിട്ട് നമുക്ക് അകത്ത് കഴിക്കാൻ പറ്റുന്ന കഷായം പോലെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. അതായത് 1 ടീസ്പൂൺ ചെറിയ ജീരകവും 3-4 ഏലക്കയും കൂടെ ഇട്ട് തിളപ്പിച്ചിട്ട് 2 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് 1 ഗ്ലാസ് ആയിട്ട് വറ്റിച്ചിട്ട് ആ 1 ഗ്ലാസ് വെള്ളം നമുക്കൊരു 3 പ്രാവശ്യമായിട്ട് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷനെയൊക്കെ കുറയ്ക്കാൻ ഇത് സഹായിക്കും. അടുത്തതായിട്ട് പടവലങ്ങയാണ്. പടവലങ്ങ നമുക്ക് തോരൻ വെച്ചോ മെഴുക്കൂട്ടി വെച്ചോ കഴിക്കാവുന്നതാണ്. അല്ലാതെ നമുക്ക് തേക്കാൻ പറ്റുന്നത് പടവലങ്ങയുടെ ഇലയാണ്. പടവലങ്ങയുടെ ഇല പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് മുഖത്തൊരു 15 മിനിറ്റോളം അപ്ലൈ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അങ്ങനെ ചെയ്താൽ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവുകയും പിന്നെ നമ്മുടെ ചർമ്മത്തിലുള്ള മുഖക്കുരുവൊക്കെ കുറയാനും ഇത് സഹായിക്കും. അടുത്തത് റോസ് പെറ്റൽസ് ആണ്. ഈ റോസാപ്പൂവിൻ്റെ ഇതളുകൾ നമ്മൾ പേസ്റ്റ് ആക്കിയിട്ട് തേനിൽ ചാലിച്ച് മുഖത്തിടുകയാണെങ്കിൽ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും. നല്ലൊരു മോയ്സ്ചറൈസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഹണിയും റോസ് പെറ്റൽസും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ പേസ്റ്റ്. സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ കൂട്ടാനൊക്കെ ഇത് സഹായിക്കും. റോസ് പെറ്റൽസും ലെമൺ ജ്യൂസും കൂടെ മിക്സ് ചെയ്താൽ വൈറ്റ് ഹെഡ്സ് ഒക്കെ കുറയ്ക്കാൻ ഇത് ഉപയോഗപ്പെടും. അടുത്തതാണ് തുളസിയുടെ നീര്. നമുക്ക് മുഖക്കുരു ഒക്കെ ഉണ്ടെങ്കിൽ ആ മുഖക്കുരു ഉള്ള ഭാഗത്ത് മാത്രം തുളസിയുടെ നീര് പുരട്ടി ഒരു മണിക്കൂറിന് ശേഷം കഴുകി കളഞ്ഞാൽ അതൊരു 7 ദിവസത്തോളം ചെയ്താൽ നമുക്ക് മുഖക്കുരു നന്നായിട്ട് പെട്ടെന്ന് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. അടുത്തതായിട്ട് ചന്ദനമാണ്. ചന്ദനം അരച്ച് തേച്ചാൽ നമ്മുടെ മുഖക്കുരുവൊക്കെ പെട്ടെന്ന് കുറയും. പ്രത്യേകിച്ച് ഈ ഇൻഫ്ലെയിംഡ് ആയിട്ടുള്ള അതായത് ചുവന്ന കുരുക്കളൊക്കെ പെട്ടെന്ന് കുറയാൻ ചന്ദനം അരച്ച് തേച്ചാൽ നല്ലതാണ്. അതുപോലെ തന്നെയാണ് വേപ്പിൻ്റെ ഇലയുടെ പേസ്റ്റ് അരച്ച് തേക്കുന്നതും ഇൻഫ്ലെയിംഡ് ആയിട്ടുള്ള അതായത് ചുമന്ന പഴുത്ത കുരുക്കളൊക്കെ മാറാൻ ഇത് സഹായിക്കും. പിന്നെ നമുക്ക് മുഖക്കുരുവിൽ പുരട്ടാൻ പറ്റുന്നതാണ് ഗ്രാമ്പൂവിൻ്റെ പേസ്റ്റ്. അതായത് ഗ്രാമ്പൂ 1-2 കുതിർത്ത് വെച്ചിട്ട് അത് നമുക്ക് അരച്ച് മുഖക്കുരുള്ള ഭാഗത്ത് മാത്രം പുരട്ടിയാൽ മുഖക്കുരു പെട്ടെന്ന് മാറും. പിന്നെ വെറും വയറ്റിൽ രാവിലെ തലേ ദിവസം കുതിർത്ത് വെച്ച ഉണക്ക മുന്തിരി ആ വെള്ളത്തോടു കൂടി കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്. നമ്മുടെ സ്കിന്നിനൊക്കെ വളരെയധികം നല്ലതാണ് ഉണക്ക മുന്തിരി കുതിർത്തത് കഴിക്കുന്നത്. അടുത്തതാണ് ഉണക്കി പൊടിച്ച ഓറഞ്ചിൻ്റെ തൊലി നമ്മുടെ പാലിലോ അല്ലെങ്കിൽ റോസ് വാട്ടറിലോ ഹണിയിലോ ഒക്കെ തേച്ച് ഫേസ് പാക്ക് പോലെ ഒരു 15 മിനിറ്റ് ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് അത് ചെറു ചൂടുവെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ്. നമ്മുടെ ആക്നെ അല്ലെങ്കിൽ സ്കിൻ കോംപ്ലക്ഷനൊക്കെ കൂട്ടാൻ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ കുറയ്ക്കാനും ഒക്കെ ഇത് സഹായിക്കും. പക്ഷേ ഈ ഓറഞ്ചിൻ്റെ തൊലി ഇടുമ്പോൾ നമുക്ക് ചെറിയൊരു പുകച്ചിൽ പോലെ അനുഭവപ്പെടും. അത് ഒരുപാട് അനുഭവപ്പെടത്തില്ല. ഒരുപാടാണെങ്കിൽ നമുക്ക് സ്കിന്നിന് അത് റിയാക്ഷൻ ഉണ്ടാക്കുന്നതാണെന്ന് മനസ്സിലാക്കുക. ചെറിയ രീതിയിൽ ഒരു ചെറിയ പുകച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നോർമലാണ്. അടുത്തത് എഫക്റ്റീവായിട്ടുള്ളൊരു ഫേസ് പാക്കാണ് കടലപ്പൊടി, തേന്, മഞ്ഞൾ, പാല് ഇത്രയും കൂടെ മിക്സ് ചെയ്തിട്ട് ഫേസിൽ ഒരു 20 മിനിറ്റ് അപ്ലൈ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്.
മുഖത്തെ കറുത്ത പാടുകളൊക്കെ മാറ്റാൻ ഇത് വളരെയധികം സഹായിക്കും. നമ്മുടെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ മാറ്റാൻ സഹായിക്കും. സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ കൂട്ടാനും ഇത് വളരെയധികം നല്ലതാണ്. അപ്പോൾ പല വിധത്തിലുള്ള ഫേസ് പാക്കുകൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ മാറ്റി മറിച്ച് നമ്മൾ ട്രൈ ചെയ്യരുത്. 1-2 എണ്ണം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് നമുക്കത് അതിൻ്റെ എഫക്റ്റ് മനസ്സിലാക്കാൻ സാധിക്കും. എന്തെങ്കിലും ചെയ്തിട്ട് അലർജി ഉണ്ടെങ്കിൽ അത് വീണ്ടും ചെയ്യാതിരിക്കുക. കാരണം ഈ ചിലർക്ക് ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ചതൊക്കെ അലർജി ഉള്ളവരുണ്ട്, ചിലർക്ക് ടൊമാറ്റോ ജ്യൂസ് അലർജി ഉള്ളവരുണ്ട്, ലെമൺ ജ്യൂസ് അലർജി ഉള്ളവരുണ്ട്. അത് എന്താണെന്ന് നമുക്കേ അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് പകരം പാലോ തൈരോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാവുന്നതും നല്ലതാണ്. അപ്പം എന്താണ് അലർജി അത് ഉപയോഗിക്കാതിരിക്കുക. അപ്പം ഇതിനകത്ത് 1-2 പിക്ക് ചെയ്ത് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. വളരെ എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഞാൻ ചുരുക്കത്തിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതും ശ്രദ്ധിച്ചാൽ നമ്മുടെ സ്കിന്ന് വളരെയധികം ആരോഗ്യത്തോടെ ഇരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുക. താങ്ക് യു സോ മച്ച്.